നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് പോക്കോ F1 എന്ന ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ്. പോക്കോ F1 ഞാൻ എൻ്റെ പ്രൈമറി ഡിവൈസായിട്ട് 2-3 മാസമായി ഉപയോഗിക്കുന്ന ഫോണാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന 6GB 128GB വേർഷനാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷവോമിയുടെ പുതിയ സബ് ബ്രാൻഡായ പോക്കോയുടെ ഫസ്റ്റ് ഫോണാണ് പോക്കോ F1. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ഓഫ് തരം ഫ്ലാഗ്ഷിപ്പ് സ്പെക്സ് ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തും ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഫോണാണത്. അപ്പോൾ 21 രൂപയ്ക്ക് ഇത്രയും ഫ്ലാഗ്ഷിപ്പ് സ്പെക്സ് കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഫ്ലാഗ്ഷിപ്പ് സ്പെക്സ് പേപ്പറിൽ മാത്രമുള്ളൂ അതോ റിയൽ ലൈഫിലും ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ പോലെ പെർഫോം ചെയ്യുമെന്നുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അപ്പോൾ തന്നെ അറിയാം ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ അല്ല എന്നുള്ളത്. കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുള്ള ക്വാളിറ്റി ഇല്ല. ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡാണ്. ഇതിൻ്റെ 8GB 256GB ഒരു കെവ്ലാർ എഡിഷൻ ഉണ്ടെങ്കിൽ പോലും അത് തന്നെയും വലിയൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസൈൻ അല്ല. പിന്നെ ഇതിൽ പറയാനുള്ളത് വെച്ചാൽ ഇതിന് 4000 mAh ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കയ്യിൽ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. വെയിറ്റ് അധികം ഫീൽ ബാലൻസ്ഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിന് 3.5 ഹെഡ്ഫോൺ ജാക്കുണ്ട്. ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. ഡ്യുവൽ സിമ്മും അല്ലെങ്കിൽ ഒരു സിംഗിൾ സിമ്മും മൈക്രോസ്റ്റിക് കാർഡ് ഇട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിന് USB Type-C കേബിൾ പോർട്ടാണുള്ളത്. USB Type-C പോർട്ടാണുള്ളത്. അങ്ങനെ അതൊക്കെയുണ്ട്. പിന്നെ ഇതിന് ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്. വളരെ വേഗത്തിൽ വർക്ക് ചെയ്യുന്ന ഫിംഗർ പ്രിൻറ്റ് സെൻസർ നിങ്ങൾക്ക് ഇവിടെ കാണാം ഉണ്ട്. പിന്നെ ഇതിനൊപ്പം IR ഫേസ് അൺലോക്ക് ഉണ്ട്. അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ അവിടെ കാണിക്കാം. അപ്പോൾ ഡിസൈൻ വൈസ് ഒരു വലിയ പ്രത്യേകത ഒന്നുമില്ല. നിങ്ങൾ കവറിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ പുറത്ത് കാണണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനും കവറിട്ട് തന്നെയാണ് ഫോൺ യൂസ് ചെയ്യുന്നത്. കാരണം ഇതിന് കാണാൻ വലിയ ഭംഗിയില്ലാത്തൊരു ഡിവൈസാണത്. പക്ഷേ ഡിസൈൻ വൈസ് ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഫോണാണത്. പിന്നെ നമുക്കിതിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.18 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. അത് എഡ്ജ് ടു എഡ്ജ് LCD ഡിസ്പ്ലേ ആണ്. ഒരു 403 ppi ഉണ്ട്. പിന്നെ അതിന് വലിയൊരു നോച്ച് ഉണ്ട്. നോച്ച് നമുക്കറിയാമല്ലോ, IR ഫേസ് റെക്കഗ്നിഷൻ ഉള്ളതുകൊണ്ടാണ് അത്രയും വലിയ നോച്ച് വെച്ചിരിക്കുന്നത്. ഡിസ്പ്ലേ ഒരു ആവറേജ് ഡിസ്പ്ലേ ആണ്. അതായത് കളറൊക്കെ കുറവാണ്, ഇത്തിരി ഡ്രാബാണ്. പിന്നെ ബ്രൈറ്റ്നസ് ഞാൻ പറഞ്ഞാൽ മാക്സിമം ബ്രൈറ്റ്നസ് 439 nits വരെ എങ്ങാണ്ട് പോകുന്നതാണ് പോക്കോയുടെ ഇതിൽ. പക്ഷേ അത്യാവശ്യം റിഫ്ലക്റ്റീവ് ആണ്. പിന്നെ ഓൾറെഡി ഇതിൻ്റെ കളർ ഇത്തിരി ഡള്ളാണ്. ഞാൻ സാച്ചുറേഷൻ കൂട്ടി വെച്ചിരിക്കുകയാണ്, എന്നാൽ പോലും കളർ ഇത്തിരി ഡള്ളാണ്. ഡിസ്പ്ലേ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. പിന്നെ ചെറിയ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ട് സ്ക്രീൻ ബ്ലീഡിങ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. എൻ്റെ ഫോൺ അങ്ങനെ കാണാറില്ല. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷവോമിയുടെ തന്നെ MIUI ആണ്. ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോക്കോയുടെ ഒരു ഇത് യൂസ് ചെയ്യുന്നുള്ള കാരണം ഇതിന് ആപ്പ് ഡ്രോയർ ഉണ്ട് ഷവോമിയുടെ സാധാരണ MIUI നിന്ന് അപേക്ഷിച്ച്. പിന്നെ ഇതിന് കുറച്ച് അധികം ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അത് Android 9 അപ്ഡേറ്റ് ഓൾറെഡി എനിക്ക് കിട്ടിയതാണ്. നമുക്ക് കാണാം, ഞാനിത് കാണിക്കുന്നതാണ് കാണുന്നത് അവിടെ. പിന്നെ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്ന UI ആണ്. പിന്നെ ഷവോമിയുടെ MIUI പ്രത്യേകത വെച്ചാൽ ബാറ്ററിയൊക്കെ ഒരുപാട് സേവ് ചെയ്യുന്ന തരം UI ആണ്. ഒരുപാട് ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല Android 9 ആണ്. നവംബർ സെക്യൂരിറ്റി പാച്ചാണ്. എനിക്ക് റിവ്യൂ ചെയ്യാനൊക്കെ പുതിയൊരു അപ്ഡേറ്റും കിട്ടി. അപ്പോൾ ഡിസംബർ സെക്യൂരിറ്റി പാച്ച് ഓൾറെഡി ഈ ഫോണിന് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ് ഈ UI തരുന്നത്. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഈ ഫോൺ യൂസ് ചെയ്യുന്നതിൽ. എനിക്കിതൊരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ടച്ച് സ്ക്രീൻ ലാഗ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. എൻ്റെ ഫോണിൽ അതും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ വളരെ നല്ല ഒരു UI ആണ് ഇതിൻ്റെ. പിന്നെ പെർഫോമൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഞാൻ എടുത്ത് പറയേണ്ടതാണത്. കാരണം പെർഫോമൻസ് വൈസ് ഈ ഫോൺ സ്നാപ്ഡ്രാഗൺ 845 ആണ് വരുന്നത്. വിത്ത് ലിക്വിഡ് കൂളിംഗ് ആണ്. പിന്നെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ 6GB RAM വേർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വളരെ മികച്ച പെർഫോമൻസ് ആണ് ഈ ഫോൺ തരുന്നത്. ഏറ്റവും മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് ഉൾപ്പെടെയുള്ള എല്ലാം തരുന്ന ഫോണാണത്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിനെ വെട്ടിക്കാൻ വലിയ പാടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ UI ഓൾറെഡി സ്മൂത്ത് ആയതുകൊണ്ട് അതും വലിയ കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല ഗെയിമിംഗ് ആണെങ്കിലും എന്താണെങ്കിലും പെർഫോമൻസ് വൈസ് നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല. ഞാൻ എന്തായാലും അതിൻ്റെ ഗെയിമിംഗ് സാമ്പിൾ, അതായത് അസഫോൾട്ടിൻ്റെ ഞാൻ ഗെയിം കളിച്ചിട്ട് സാമ്പിൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് ടെസ്റ്റ് ആയിട്ടും ഓൾറെഡി പിന്നെ അതിൻ്റെ ഡ്യുവൽ സ്പീക്കർ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്പീക്കർ ടെസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് കാണാം. ഡ്യുവൽ സ്പീക്കർ ആവറേജ് ആണ്. ഇതിൻ്റെ ഇയർ പീസാണ് സെക്കൻഡറി സ്പീക്കറിൽ ഉപയോഗിക്കുന്നത്. അതിനധികം സൗണ്ട് ഇല്ല. എന്നാലും ഓവറോൾ ഇതിൻ്റെ സൗണ്ട് വലിയ തരക്കേടില്ല. പെർഫോമൻസ് അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് ഓഫ് ദി ലൈൻ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും ഒരു 21 രൂപയ്ക്ക് നിങ്ങൾക്ക് സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും അതിൽ. അപ്പോൾ അത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പോക്കോ ചെയ്തിട്ടില്ല. ഇതാണ് സാമ്പിൾ കാണുന്നത്.
പെർഫോമൻസിനെ കുറിച്ച് സംസാരിച്ചാൽ അതുപോലെ തന്നെ മികച്ചാണ് എൻ്റെ ബാറ്ററി ബാക്കപ്പ്. അതായത് എനിക്ക് ഏകദേശം 4.5 mAh ബാറ്ററികളിൽ എനിക്ക് 6 to 7 മണിക്കൂറുടെ സ്ക്രീൻ ടൈം പൊതുവേ കിട്ടാറുണ്ട്. അതായത് നിങ്ങൾക്ക് പെർഫോമൻസ് വൈസ് നിങ്ങൾക്ക് നല്ല ടോപ്പ് ഓഫ് ദ ലൈൻ ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നതിൻ്റെ ഒപ്പം അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് നേരം ഗെയിം കളിക്കാൻ പറ്റും. കാരണം ഇതിന് പെർഫോമൻസ് അത്രയും നിങ്ങളൊരു ആവറേജ് യൂസറാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കൂടുതൽ സ്ക്രീൻ ഉണ്ടായാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഏകദേശം 50-ലും ബ്രൈറ്റ്നസ് അത്യാവശ്യം കൂട്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളതിനുണ്ടാവും. പക്ഷേ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്നില്ല ഫോൺ. അതായത് നിങ്ങൾക്ക് പെർഫോമൻസും ബാറ്ററി ബാക്കപ്പും ഒരുപോലെ കിട്ടുന്ന ഒരു ഫോണാണ് പോക്കോ ഫോൺ. വളരെ കുറച്ച് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകൾക്ക് ഇതേ പ്രോസസ്സറും ഇത്രയും ബാറ്ററി ബാക്കപ്പ് ഒരുമിച്ച് കിട്ടുന്ന ഫോണുകൾ വളരെ റെയറാണ്. ആ രീതിയിൽ ചിന്തിച്ചാലും ഈ ഫോൺ വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരാൻ പോകണം. മാത്രമല്ല ഈ ഫോണിന് ക്വിക്ക് ചാർജ് 3 സപ്പോർട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇൻബോക്സിൽ അവർ ക്വിക്ക് ചാർജ് 3 സപ്പോർട്ടുള്ള അഡാപ്റ്ററും അല്ലെങ്കിൽ ചാർജർ തരുന്നുണ്ടെന്നുള്ളത് പോക്കോയുടെ ഏറ്റവും വലിയ നല്ലൊരു കാര്യമായി ഞാൻ കാണുന്നു. പിന്നെ നമുക്ക് പറയാനുള്ള ഇതിൻ്റെ ക്യാമറയുടെ കാര്യമാണ്. ക്യാമറ എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ 12 MB f1.9 അപ്പേച്ചറുള്ള ക്യാമറയാണ്. അതിൻ്റെ ഒപ്പം 5 MB ഡെപ്ത് സെൻസർ ഉണ്ട്. പിന്നെ ഫ്ലാഷ് മൊഡ്യൂളുണ്ട്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ 20 MB f2.2 അപ്പേച്ചറുള്ള ക്യാമറയാണ് ഫ്രണ്ടിലുള്ള. ഫ്ലാഷ് ഇല്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറ ആപ്പിനെ ഒന്ന് പരിചയപ്പെടാം. ക്യാമറ ആപ്പിൽ എന്ന് വെച്ചാൽ മേലെ ഫ്ലാഷിൻ്റെ ടോഗിളുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം HDR ടോഗിളുണ്ട്. പിന്നെ AI മോഡ് ഓണും ഓഫും ചെയ്യാൻ പറ്റും. പിന്നെ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ പോലെ ഫിൽറ്റേഴ്സ് ഇതിനകത്തുണ്ട് നമുക്ക് ഓൾറെഡി ഇൻബിൽട്ടായിട്ട്. പിന്നെ നമുക്ക് സെറ്റിങ്സ്, ടൈമർ, ടിൽ ഷിഫ്റ്റ്, സ്ട്രൈറ്റൻ, ഗ്രൂപ്പ് സെൽഫി, അങ്ങനെ കുറച്ച് ഇതുണ്ട്. പിന്നെ നമുക്ക് ഡ്യുവൽ ക്യാമറ വാട്ടർമാർക്ക് വേണമെങ്കിലും ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. പിന്നെ ഗ്രിഡ് ലൈൻസ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. QR കോഡ് സ്കാനിങ് ഓൺ ചെയ്ത് വെച്ചാൽ QR കോഡ് ഉണ്ട്, പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യും. പിന്നെ ഫിംഗർ പ്രിൻറ്റ് വേണമെങ്കിൽ ഷട്ടറായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് പാക്ഡ് ആണ് എൻ്റെ ക്യാമറ ആപ്പ്. എനിക്ക് ഷവോമിയുടെ ക്യാമറ ആപ്പ് ഇഷ്ടമാണ്. അതായത് ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ വരുന്ന ക്യാമറ ആപ്പുകൾ എനിക്ക് ഇഷ്ടമാണ് ഷവോമിയുടെ. റെഡ്മിയിൽ വരുന്നത് ഇത്തിരി കൂടി മിക്സ്ഡ് ബാഗാണ്. പക്ഷേ ഷവോമിയുടെ MI സീരീസ് ഫോണുകളിൽ നല്ല ക്യാമറ ആപ്പ്, അത് ഫുൾ ഫ്ലെഡ്ജ് ക്യാമറ എന്ന് പറയാം. ഷോർട്ട് വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ് മോഡ്, സ്ക്വയർ, പനോരമ, പിന്നെ ഫുൾ ഫ്ലെഡ്ജ്ഡ് മാനുവൽ മോഡും കൂടി ഇതിന് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നത് പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ആ അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ സൂപ്പർ സ്ലോമോ ഓപ്ഷനും കൂടി ഇവിടെ വരുന്നുണ്ട്. ഞാൻ റിവ്യൂ കഴിഞ്ഞ ശേഷമാണ് അത് വന്നത്. ഇപ്പോൾ ഇവിടെ സ്ലോ മോഷൻ ടൈം ലാസും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൂപ്പർ സ്ലോമോ എന്നൊരു മോഡ് നേരത്തെ വന്ന സ്ഥലത്ത് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറ 4K റെക്കോർഡ് ചെയ്യും, 30 FPS റെക്കോർഡ്, 60 FPS അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് പോക്കോ പറയുന്നുണ്ട്. പിന്നെ 1080p 720p റെക്കോർഡ് ചെയ്യും. 1080p ആണെങ്കിൽ 30 FPS ആണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ സ്ലോ മോഷൻ ആണെങ്കിൽ 1080p 240 FPS വരെ ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പുതിയ അപ്ഡേറ്റിൽ 960 FPS 720p വരെ സ്ലോ മോഷനിൽ റെക്കോർഡ് ചെയ്യും. പിന്നെ ടൈം ലാംസിൽ നിങ്ങൾക്ക് ഇൻ്റർവെല്ലിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും എൻ്റെ ക്യാമറ ആപ്പിലുണ്ട്. എന്തായാലും എല്ലാത്തിനും സാമ്പിൾസും ഞാൻ ഇടുന്നതാണ്, എല്ലാ ടൈപ്പ് സ്ലോ മോഷനും. പിന്നെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ തന്നെ ഫ്രണ്ട് ക്യാമറയും 1080p 30 FPS വരെ ഫ്രണ്ട് റെക്കോർഡ് ചെയ്യും. പിന്നെ ഇതിന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല, EIS ആണുള്ളത്. അതായത് ബാക്ക് ക്യാമറയ്ക്ക് 1080p വരെ എടുക്കുവാണെങ്കിൽ മാത്രമേ EIS വർക്ക് ചെയ്യുള്ളൂ. 4Kയിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. ഫ്രണ്ട് ക്യാമറയ്ക്ക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. പിന്നെ ഇതിൻ്റെ ഷട്ടർ സ്പീഡ് നല്ല സ്പീഡാണ്, അത്യാവശ്യം നല്ല ഷട്ടർ സ്പീഡാണുള്ളത്. പിന്നെ മാത്രമല്ല ഷട്ടർ ലാഗില്ല. പിന്നെ അത് മാത്രമല്ല ഫോക്കസിങ്ങും വലിയ തരക്കേടിലാണ്. അത് ഏറ്റവും മികച്ച ഫോക്കസിംഗ് ഉള്ള ഫോണാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും തരക്കേടില്ലാത്ത ഫോക്കസിംഗ് ഉള്ള ഫോണാണ് പോക്കോ ഫോൺ. ഇനി നമുക്ക് ഇതിൻ്റെ സാമ്പിൾസിലേക്ക് കിടക്കാം. സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഡേ ലൈറ്റിൽ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഫോണാണ് പോക്കോ ഫോൺ. AI ഓൺ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കളർ ബൂസ്റ്റ് കിട്ടും. പിന്നെ HDR ഒക്കെ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നുള്ളതൊരു പ്രത്യേകതയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഡേ ലൈറ്റ് പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമായി. മാക്രോ ആണെങ്കിൽ നന്നായി തന്നെ ക്ലിക്ക് ചെയ്യും. പിന്നെ f1.9 അപ്പർച്ചറുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ക്രീമി ബൊക്കെയും നമ്മൾ മാക്രോ എടുക്കുമ്പോൾ കിട്ടുന്നതാണ്. HDR ഞാൻ പറഞ്ഞാൽ നന്നായി വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫോട്ടോസിൽ കാണാൻ വളരെ മികച്ച രീതിയിൽ തന്നെ ഇത് ഫോട്ടോസ് ഡേ ലൈറ്റ് ക്ലിക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും കാണാം. പിന്നെ നൈറ്റ് ആകുമ്പോൾ ഒബ്വിയസ്ലി ലൈറ്റ് കുറയുമ്പോൾ, ലൈറ്റ് അത്യാവശ്യം ഉള്ളപ്പോൾ വലിയ തിരക്കടില്ലാത്ത ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. പക്ഷേ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല വാഷ്ഡ് ഔട്ട് ആയിരിക്കും. പിന്നെ പിക്ചർ ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ലൈറ്റ് എത്രമാത്രം കുറഞ്ഞാൽ അത്രയും മോശമായ ഫോട്ടോ മാറും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവൽ മോഡ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി നന്നായേക്കാം. ഈ ഫോട്ടോ ഞാൻ അതേപോലെ മാനുവൽ മോഡ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ സെൽഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോർട്രേറ്റ് മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോർട്രേറ്റ് മോഡ് അത്യാവശ്യം നന്നായി വർക്ക് ചെയ്യുന്നതാണ്. നല്ല എഡ്ജ് ഡിറ്റക്ഷനാണ്. ഡീറ്റെയിൽ ഇത്തിരി കുറവാണ്, പക്ഷേ നന്നായിട്ട് തന്നെ എഡ്ജ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോസ് വെച്ചാൽ കാണാം. ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് കളർ കറക്ഷൻ ഉണ്ടാകും. പിന്നെ അടുത്തായിട്ട് സ്കിന്നും ചെറുതായിട്ട് സോഫ്റ്റും ചെയ്യുന്നത് പലപ്പോഴും എനിക്ക് തോന്നി.
പിന്നെ ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ സെൽഫീസിനെ കുറിച്ച് പറഞ്ഞാൽ സെൽഫീസ് നന്നായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ HDR ഇടയ്ക്ക് വർക്ക് ചെയ്യുള്ളൂ. HDR വർക്ക് ചെയ്യുമ്പോൾ വളരെ മികച്ച ഫോട്ടോ എടുക്കും. ഇപ്പോൾ ആദ്യത്തെ ഫോട്ടോ HD വർക്ക് ചെയ്ത് രണ്ടാമത്തിൽ വർക്ക് ചെയ്തു, അപ്പോൾ നന്നായി കിട്ടി. അപ്പോൾ അടുത്ത ഫോട്ടോയിൽ അത് HDR ഓക്കേഷായിട്ട് വർക്ക് ചെയ്തു. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ പോർട്രേറ്റ് മോഡാണ് ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറയുടെ. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയുടെ പോർട്രേറ്റ് മോഡും അത്യാവശ്യം നല്ലത് തന്നെയാണ്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല, മികച്ച രീതിയിൽ തന്നെ ഡിറ്റക്ട് ചെയ്തു. പിന്നെ ലോ ലൈറ്റിലെ സെൽഫി ക്യാമറ ഭയങ്കര ആവറേജ് ആണ്, എനിക്ക് അത്ര ഇഷ്ടമായില്ല. തരക്കേടില്ല, എന്നാലും ഒരു ഫ്ലാഷ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ മികച്ചതായിരുന്നു തന്നെ. പിന്നെ വീഡിയോ സാമ്പിൾസ് 4K റെക്കോർഡ് ചെയ്യുന്ന 1080p സാമ്പിളാണ് ഷെയർ ചെയ്യുന്നത്. സ്റ്റെബിലൈസേഷൻ 1080pയിൽ അത്യാവശ്യം നന്നായി തന്നെ വർക്ക് ചെയ്യും. ഡേ ലൈറ്റിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഉണ്ട്. ഫോക്കസിങ്ങും വലിയ തിരക്കേടില്ല. പിന്നെ ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ ഇല്ലാത്തത് ഒരു നല്ല കാര്യമാണ്. This is the video recording of Realme 2 Pro rear camera and low light. ലോ ലൈറ്റ് സാമ്പിൾ ഭയങ്കര ആവറേജ് ആണ്, അല്ലെങ്കിൽ മോശമാണ്. കാരണം ഇയേഴ്സ് ഉള്ളതുകൊണ്ട് വല്ലാണ്ട് ഷെയ്ക്ക് ആവുന്നുണ്ട്. This is video sample of Poco F1. ഫ്രണ്ട് ക്യാമറ സാമ്പിളിൽ എക്സ്പോസർ ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഓവർ എക്സ്പോസ് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ. തരക്കേടില്ല, ഇയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഷെയ്ക്കി വീഡിയോ ആണ് കിട്ടുന്നത്. ലോ ലൈറ്റ് വളരെ മോശമാണ്. This is the low light sample of Poco F1 front camera. പിന്നെ ഇത് ഇവരുടെ സ്ലോ മോഷനാണ്. 1080p റെക്കോർഡ് ചെയ്യാൻ ഏറ്റവും ഹയസ്റ്റ് സ്ലോ മോഷൻ 240 FPS ആണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്ലോമോ റെക്കോർഡ് ചെയ്യും. പിന്നെ ഞാനിതിൽ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കണക്ടിവിറ്റിയാണ്. ഞാൻ ജിയോ, BSNL, ടാറ്റ ഡോകോമോ എന്നീ സിമ്മുകൾ ഇട്ടിട്ടുണ്ട്. കണക്ടിവിറ്റിയിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ കോൾ ചെയ്യാനും നല്ല രീതിയിൽ തന്നെ കോൾ ചെയ്യാനും പറ്റും. കണക്ടിവിറ്റി യാതൊരു ഇഷ്യൂ ഫോൺ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് സ്ലോ മോഷൻ കാണാം. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ സാമ്പിൾസ് ഇടാം. അടുത്തത് 960 FPS, അതായത് 960 FPS സൂപ്പർ സ്ലോ മോഷൻ പുതിയ അപ്ഡേറ്റിൽ വന്ന സാമ്പിൾസ് ആണത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല മികച്ച രീതിയിൽ തന്നെ സ്ലോ മോഷൻ എടുക്കുന്നതാണ്. ഇത് സോഫ്റ്റ്വെയർ എനേബിൾഡ് ആണ്, അല്ലാണ്ട് സാംസങ്ങിൻ്റെ സോണിനെ പോലെ ഹാർഡ്വെയർ എനേബിൾഡ് അല്ല, സോഫ്റ്റ്വെയർ എനേബിൾഡ് ആണ്. പക്ഷെ നല്ലതായിട്ട് തന്നെ എടുത്ത്. എനിക്ക് എൻ്റെ നെഫ്യൂ ഓടുന്ന സീനാണ്, നന്നായിട്ട് തന്നെ സ്ലോ മോഷൻ എടുത്തു എന്നാണ് പറയാം. പിന്നെ ഞാൻ കുറച്ച് ഗൂഗിൾ ക്യാമറ സാമ്പിൾസ് ഇട്ടിട്ടുണ്ട്. കാരണം ഗൂഗിൾ ക്യാമറ വളരെ മികച്ച റിസൾട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് റിസൾട്ട് ഇന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ പുതിയ അപ്ഡേറ്റിൽ അവർ നൈറ്റ് സൈറ്റ് എനേബിൾ ചെയ്യുന്നത്, നൈറ്റ് മോഡ് എനേബിൾ ചെയ്യുന്നുണ്ട്. ഈ Mi Mix 2Xലും Mi 8ലുള്ള നൈറ്റ് മോഡ് എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. നമുക്ക് ഗൂഗിൾ ക്യാമറയുടെ നൈറ്റ് സൈറ്റും അതുകൊണ്ട് ഒപ്പം തന്നെ എനേബിൾ ആയി. അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്യാമറയുടെ ഏറ്റവും പുതിയ APK ആണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് സൈറ്റ്, ഗൂഗിൾ ക്യാമറ നൈറ്റ് സൈറ്റ് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാം ഗൂഗിൾ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ തന്നെ പെർഫോമൻസ് ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഫ്രണ്ട് ക്യാമറ, സെൽഫീസ്, പോർട്രേറ്റ് മോഡലെല്ലാം ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട്. നൈറ്റിലൊക്കെ വളരെ മികച്ച ഫോട്ടോസാണ് നിങ്ങൾ ഗൂഗിൾ ക്യാമറ യൂസ് ചെയ്തത്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം, നൈറ്റ് സൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ, എങ്ങനെയാണ് സാമ്പിൾ കിട്ടുന്നതിനുള്ളതാണ്. ഇത് സാധാരണ ഓട്ടോ മോഡ് എടുത്ത ക്യാമറയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് പുതിയ അപ്ഡേറ്റ് വഴി കിട്ടിയ നൈറ്റ് മോഡ് വെച്ചെടുത്താണ്. തരക്കേടില്ല, കുറച്ചും കൂടി നല്ല ഫോട്ടോ ആണ്. പക്ഷേ ഇത് ഗൂഗിളിൻ്റെ നൈറ്റ് സൈറ്റ് വെച്ചെടുത്താണ്. ഇത്രയും മികച്ച സാമ്പിൾ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. നമുക്ക് ഈ പോക്കോ എഫ്1ൻ്റെ റിവ്യൂ കൺക്ലൂഡിനായിട്ട് നമുക്ക് പറയാം. ഇത് ഈ പ്രൈസ് റേഞ്ചിൽ ഞാൻ ഓൾറെഡി സംസാരിച്ച പോലെ വളരെ മികച്ചൊരു ഓഫറിംഗ് ആണ്. അത് 21 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്പെക്ഷൻ, നിങ്ങളൊരു ഗെയിമർ ആണെങ്കിലും നിങ്ങളൊരു പെർമനൻറ്റ് യൂസേജ് ആണെങ്കിലും വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് തരുന്ന ഫോണാണ് പോക്കോ എഫ്1. പിന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. സ്ക്രീൻ ബ്ലീഡിങ് ഇഷ്യൂ ഞാൻ സൂചിപ്പിച്ച പോലെ എൻ്റെ ഫോണിൽ അത് ഏറ്റവും അടിയിലാണ് നമുക്ക് കാണുന്നത്. നമ്മൾ അതിനു വേണ്ടി തന്നെ തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് സ്ക്രീൻ ബ്ലീഡിങ് ഇപ്പോഴും ഉള്ളതായിട്ട് കാണാം. ഇതൊരു ഹാർഡ്വെയർ ഇഷ്യൂ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അവരതിനെന്തോ ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. പക്ഷെ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഡിസ്പ്ലേ ഒരു ആവറേജ് ടു എബോ ആവറേജ് ഡിസ്പ്ലേ ആണ്. കളേഴ്സ് കുറവാണ്. വളരെ മികച്ചൊരു ഡിസ്പ്ലേ ഒന്നുമല്ല. ഈ പ്രൈസ് റേഞ്ചിൽ ഇതിന് നല്ല ഡിസ്പ്ലേകൾ തരുന്ന വേറെയും ഫോണുകളുണ്ട്. പിന്നെ ഡിസൈൻ അതുപോലെ തന്നെ, പ്രത്യേകിച്ച് ഈ വർഷം അല്ലെങ്കിൽ ഈ വർഷം കഴിഞ്ഞ വർഷം അവസാനം ആയപ്പോൾ തന്നെ ഒരുപാട് ഫോണുകൾക്ക് മികച്ച ഡിസൈനുണ്ട്. പക്ഷേ എന്നിരുന്നാലും 21 രൂപയ്ക്ക് ഇത്രയും മികച്ച പെർഫോമൻസ് നിങ്ങൾക്ക് തരുന്ന ഫോൺ, പിന്നെ ഞാൻ പറഞ്ഞ ഗൂഗിൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത ക്യാമറയും 2 മടങ്ങ് മികച്ചതായി മാറും. പിന്നെ പുതിയ അപ്ഡേറ്റ് കിട്ടിയവിടെ 960 FPS പോലുള്ള മോഡുകൾ വേറൊരു ഫോൺ ഓഫർ ചെയ്യുന്നില്ല. പിന്നെ ഗൂഗിൾ നൈറ്റ് സൈറ്റ് മോഡും വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് സാമ്പിൾസിൽ തന്നെ കാണാം. വളരെ മികച്ചൊരു ഫോൺ, അതായത് ഡീസൻറ്റ് ഡിസ്പ്ലേ, നല്ല ബാറ്ററി ബാക്കപ്പ്, മികച്ച പെർഫോമൻസ്, ഗൂഗിൾ ക്യാമറ കൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ല ക്യാമറ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലും മികച്ചൊരു ഫോൺ നിങ്ങൾക്ക് ഈ പ്രൈസ് പോയിന്റ് കിട്ടുന്നുള്ളതാണ് പോക്കോ എഫ്1ൻ്റെ പ്രത്യേകത. പിന്നെ ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ഓഫേഴ്സ്, അങ്ങനെ ഒരുപാട് സെയിൽ ഡേ വരുമ്പോൾ നിങ്ങൾക്ക് ഓഫേഴ്സും കിട്ടും. ഇത് ഇപ്പോഴുള്ള വിലകൾ കുറച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ 20 രൂപ റേഞ്ചിൽ ആരൊരു ഫോൺ ചോദിച്ചാലും നമുക്ക് ധൈര്യത്തോടെ സജസ്റ്റ് ചെയ്യാവുന്ന ഫോണാണ് പോക്കോ എഫ്1. ഇത്ര നേരം റിവ്യൂ കണ്ടതിന് നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.